ആദ്യം നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപ കൊടുക്കും. അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനിക്ക് രൂപ കൊടുക്കും. ഇനി നമുക്ക് മുസ്ലിംസിന് കൂടി രൂപ കൊടുക്കാം. तो अगर कोई कुरान नहीं पढ़ता, इस्लाम नहीं करता, तो वो दुश्मन है, उसको मार देना चाहिए. പത്രികയില്ലേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹെഡ്സെറ്റ് വെച്ച് മാത്രമേ വീഡിയോ കാണാവുള്ളൂ. 18 വയസ്സ് താഴെ വീഡിയോ കാണാതിരിക്കുക. ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മതസൗഹാർദ്ദ ത്രികോണ വോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പൊ പറയുന്നത് പുരുഷന്മാരോടല്ല കേട്ടോ. പുരുഷന്മാരോടല്ല എന്ന് പറയുമ്പോ പിന്നെ ആരോടായിരിക്കും? നിന്നെപ്പോലുള്ള കൊച്ചുവാണങ്ങളോടായിരിക്കും. നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയണേ, നിങ്ങക്ക് അള്ളാഹു തന്നൊരു ചൊറുക്കില്ലേ, തുടങ്ങിയവന്റെ ചൊറിച്ചില്. ആ ചൊറുക്ക് നിങ്ങൾ ഒരിക്കലും കൂട്ടാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്ക് ഒരു ചൊറിച്ചിലും ഇല്ല കേട്ടോ. കൂട്ടി ഞങ്ങള് ചൊറുക്കില്ലാതാവുകയാണ്. നിനക്കാണ് ചൊറിച്ചില്, ഞങ്ങൾക്ക് ചൊറിച്ചിലൊന്നുമില്ല. നിങ്ങക്ക് അള്ളാഹു തന്ന ആ ചൊറുക്കിൽ നിങ്ങൾ ചൊറുക്കില്ലോലാണ്. കൂട്ടി ഞങ്ങള് ചൊറുക്കില്ലാതാവും. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? വല്ലാത്തൊരു ചൊറിച്ചിലാണ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന ആ ചൊറുക്കിൽ നിങ്ങൾ തൃപ്തിപ്പെട്ട് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാല് ആ ചൊറുക്ക് സംരക്ഷിക്കാൻ അള്ളാഹു ഒരാളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. അതാരാണ്? അത് കഥ അറിയാം. ഇല്ല, ഒരു മാങ്ങ എടുത്തിട്ട് പറഞ്ഞു ആർക്ക് ഈ മാങ്ങ വേണം, അവര് ആദ്യം ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഈ ലോകം മൊത്തം ചുറ്റി വരണം എന്ന് പറയും. ഇത് കേൾക്കുന്ന ഉടനെ നമ്മുടെ മുരുകന് മയിലുണ്ടല്ലോ, ഗണപതി ചാടി എലിക്ക് ഇത്രയും ചൂരി പോകാൻ പറ്റത്തില്ലല്ലോ. ഗണപതിയും ഓടാനായിട്ട് പോയതാണ്, എലിയാണ്ട് പറ്റില്ല. So you have already seen the new iPhone 17. What do you think about it? Personally, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. It looks amazing and new features are incredible. You have an opportunity to win an iPhone 17. Need to do something extra hard. All conditions you may find in the pin comment video. So don't forget to check the pin comment to win a new iPhone 17 Pro Max. എലിയാണ്ട് പറ്റില്ല. ഇത്രയും വലിയ ഗണപതി എലിയുടെ മേളിൽ കയറി ഇരുന്നപ്പോ എലി എങ്ങനെ കൊണ്ടുപോകും? മുരുകൻ മതിലിന്റെ മേളിൽ ഇരുന്ന് പറന്നങ്ങ് പോയില്ലേ? അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ് ഇത്. ചന്ദ്രൻ പിളർന്ന സംഭവം. അപ്പോഴേ ചാടി ഇറങ്ങി വന്നു. പിന്നെ ശിവനും പാർവതിക്കും 2 വല വെച്ചിട്ട് പറഞ്ഞു നിങ്ങളാണ് എന്റെ ലോകം. ഫ്ലാറ്റ് അച്ഛനും അമ്മ അവിടെ ഫ്ലാറ്റ്. അച്ഛനും അമ്മ അവിടെ ഫ്ലാറ്റ്. ഇവൻ നോക്കുമ്പം തന്നെക്കാൾ നല്ല രീതിയിൽ താളം അടിക്കുന്ന തന്റെ മകൻ ഇപ്പോഴേ കൊടുത്തു നിനക്കിരിക്കട്ടെ. പക്ഷെ എനിക്കതല്ല വിഷമം. ഒരു മനുഷ്യൻ ലോകം മൊത്തം ചുറ്റി അതിനു വേണ്ടിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മാങ്ങയില്ല, ഒരു തേങ്ങ മാങ്ങയില്ല, ഒരു തേങ്ങ മാങ്ങയില്ല, മാങ്ങയുടെ അണ്ടിയില്ല. ഇത് യൂനുസ് നബി അലൈഹി സ്വലാമിനെ വിരിഞ്ഞ തിമിംഗലത്തിൻ്റെത്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ ബാലരമയും കളിക്കുടുക്കൊക്കെ വായിക്കുമ്പോ ഉള്ള അതേ കഥ തന്നെയല്ലേ ഇതും? എന്താണ് ഇതിനകത്ത് സവിശേഷത? ഇതിൽ അടിച്ചപ്പം 2 നദികളും പിളർന്ന സംഭവം. ഇത് ഭയങ്കര വിശ്വാസം അല്ലേ? ഈ വക ലുട്ടാപ്പി കഥകളൊക്കെ വായിച്ചിട്ട് അത് ഭയങ്കര വിശ്വാസമാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ മതവാണങ്ങള്. എന്തോന്നല്ലേ ഇത്? ശിവലിംഗം. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ മീനിങ്? എനിക്ക് അറിയാം എന്താണ് എന്റെ മീനിങ് എന്ന് അല്ലേ? പക്ഷെ നമ്മളതൊന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നമാണ്. കളിയാക്കുന്നോടാ ഞങ്ങളെ. ഞങ്ങളുടെ ദൈവത്തെ കളിയാക്കുന്നോടാ. എന്നതാടത്? എന്നാ കളിയാക്കി? ആരാ കളിയാക്കിയത്? എങ്ങനെ നബിതങ്ങളെ വിശദീകരിച്ചു തരുന്നു. മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും. ഫസ്റ്റ് ഏഷ്യയിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര പിടികൂടിയപ്പോൾ ടിറ്റിയോട് നീ ആ ജാതിയാണോ എന്നൊരു ചോദ്യം. ഇപ്പോഴും വിട്ടുമാറാത്ത കുറെ ജാതി മതവാണങ്ങൾ. അയാളാവട്ടെ നിങ്ങളെ ചൊറുക്ക് കണ്ടിട്ട് വരുന്ന ആളാവില്ല. പിന്നെ എന്നാ കണ്ടിട്ട് വരുന്നതാ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അയാൾ നിങ്ങളെ കൽബിലേക്കാ നോക്കുക. നിങ്ങളെ കൽബാണ് അയാൾക്ക് വേണ്ടത്. അയാളുടെ കരങ്ങളിൽ നിങ്ങൾ ഭദ്രമായിരിക്കും. അതല്ല, നിങ്ങൾ അള്ളാഹു തന്ന ചൊറുക്ക് പോരായിട്ട് നിങ്ങൾ ചൊറുക്ക് കൂട്ടി നടന്നാല് ചൊറിഞ്ഞ് ഞാൻ ചാവും തോന്നണം. നിങ്ങൾ ആ
കൂട്ടിയ ചൊറുക്ക് കണ്ടിട്ടായിരിക്കും ആളുകൾ വരിക. സത്യം പറ, നമ്മളുടെ ആരാ കള്ളു കുടിച്ചേക്കുന്നത്? ഇനി ഇത് നിനക്ക് എവിടുന്ന കിട്ടി, ഇത് ഞാൻ എവിടുന്ന വാങ്ങിന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പോൾ നിങ്ങൾ ടെൻഷനിലാവും. നിങ്ങളെന്തത് മനസ്സിലാക്കാത്തത്? അള്ളാഹു എന്താ നിങ്ങളോട് പറഞ്ഞത്? ഉടൻ തന്നെ കൊല്ലണം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യ. ബ്യൂട്ടിഫുൾ പീപ്പിൾസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കൊള്ളാം. നിനക്ക് ഇതെല്ലാം ഈ ഭാഷയിൽ പറഞ്ഞുകൂടെ? അതാ പിന്നെ ആർക്കും മനസ്സിലാകാത്ത വല്ല പ്രശ്നവുമില്ല. ജാഹിലിയ്യത്തിന്റെ കാലത്തില് സ്ത്രീകള് സൗന്ദര്യ പ്രകടനം നടത്തിയിട്ട് നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഒന്നും മനസ്സിലായില്ല, പക്ഷെ മനസ്സിലാകാതിരിക്കാം. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അള്ളാഹു നിങ്ങളെ സ്വാതന്ത്ര്യം കളയല്ല. ഒരു പർദ്ദന്റെ ഉള്ളിൽ ഹിജാബിന്റെ ഉള്ളിൽ നടത്തിയിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യം അള്ളാഹു കളയല്ല ചെയ്യണേ. പിന്നെ എന്താ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഇന്നമാ യുരീദുല്ലാഹ ലിയുദീബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ. അള്ളാഹു നിങ്ങളെ പരിപൂർണാർത്ഥത്തില് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മോനെ, നീ എന്നെ കൊണ്ട് കൊച്ചുവിനെ പഠിപ്പിക്കരുത്. നമ്മള് കൊച്ചുവിനെ വിളിക്കാൻ സമയമായിരിക്കുന്നു. ഐ നോ. ആരാണ് ഈ കൊച്ചു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരാളുണ്ട്. അതൊരു ജിന്നാണ് ബഹൻ. ശുദ്ധീകരിക്കാൻ വേണ്ടി അപ്പൊ അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോ നിങ്ങൾ ഈ ദുനിയാവിന്റെ മാലിന്യങ്ങളൊക്കെ മുഖത്ത് വാരിക്കൂട്ടി തേച്ചിട്ട് നിങ്ങള് നാസാവുന്നു. നമുക്ക് ഹിന്ദുക്കൾക്ക് കൂടുക. ലക്ഷക്കണക്കിന് പൈസ തലയിലേറ്റി വരുന്ന ഈ ഒരു കാളയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഈ കിടക്കണ ആൾക്കാർ മൊത്തം ഇവിടെ കിടക്കണത്. അപ്പൊ ഈ ഒരു പരിപാടി ഇവിടെ നടക്കണത് ഏത് ദിവസമാണെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞായറാഴ്ച മാത്രമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഏത് ദിവസം വന്നാലും ഈ കാളയെ നമുക്ക് കാണാൻ പറ്റും. ഞായറാഴ്ച മാത്രമാണ് ഈ അനുഗ്രഹം കിട്ടുന്ന പരിപാടി ഇവിടെ നടക്കുന്നത്. ഞായറാഴ്ച മാത്രമേ അനുഗ്രഹമുള്ളൂ, ബാക്കി ദിവസമൊന്നും ആ ദൈവം അനുഗ്രഹിക്കുകയില്ല. ഉറക്കത്തില്ല. എനിക്കിത് കണ്ടപ്പോഴേ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയാണ് തോന്നിയത്. ഇവിടെ ഇങ്ങനെ ഒരു അനുഗ്രഹം നടക്കുന്നത്. ഇതാണോ അനുഗ്രഹം? ഇത് കഴപ്പ്. പശുവിന്റെ മേത്ത് മൊത്തം പൈസ വെച്ച് കെട്ടിയ പശുവിനെ ബുദ്ധിമുട്ടിച്ച് കുറെ വാണങ്ങൾ നിലത്ത് കടന്ന് മെഴുകുവാണ്. ഇത് കണ്ട് കുലുങ്ങിച്ചിരിക്കുന്ന കുറെ വാണങ്ങളുണ്ട്. എനിക്കറിയാം. പ്രൗഡ് ടു ബി ക്രിസ്ത്യൻസ് ആൻഡ് പ്രൗഡ് ടു ബി മുസ്ലിംസ്. നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. ശ്രീകോളമൊക്കെ ഇത് എന്നാത്തിനാ? കർമ്മല മാതാവ്, വ്യാകുല മാതാവ്. ഓക്കെ, എന്താരാ ജപമാല രാജ്ഞി. എനിക്കറിയാം നിങ്ങൾ ഇതിന് പറയാൻ പോകുന്ന ന്യായീകരണം എനിക്കറിയാം. ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ അവിടെ ഉള്ളവരിട്ട പേരാണ് ഇതൊക്കെ അല്ലേ. കാത്തിരിക്കൂ, തരാം ഊക്ക്. റോസ മിസ്റ്റിക്ക മാതാവ്. വാവ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടോണ്ട് ഫാത്തിമ മാതാവ്. ഓക്കെ, ഒരു പള്ളിക്കകത്ത് തന്നെ അവിടെ നാടകം കാണിക്കുന്നത്. ഒരു പള്ളിയല്ലേ ഇത്? ഇതെന്നത് ഇത്? സിനിമ തിയേറ്ററോ അതോ ഫാഷൻ പരേഡോ? കുർബാന മാത്രം നടത്തിക്കൊണ്ടിരുന്ന വെച്ചാൽ പള്ളിയുടെ അകമൊക്കെ ഇപ്പം മാറി. ട്രെൻഡ് പിടിക്കണം, ആൾക്കാർ കൂടണം. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങോട്ട് പള്ളിയിലേക്ക് വരുന്നില്ല. എന്നാ പിന്നെ കുറച്ച് ഫാഷൻ പരേഡ് നടത്തി അപ്പൊ പിന്നെ ആള് കൂടുമല്ലോ. ഏത് ഇതാരായി വരുന്നേ? വല്ലാർ പാടത്തമ്മ. അതേത് പാടത്തമ്മയാ? പാടത്ത് പ്രത്യക്ഷപ്പെട്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഡ്രസ്സൊക്കെ ഇത് ആര് തയ്പ്പിച്ച് ഈ മാതാവിനൊക്കെ? നോക്കിലെ മാതാവിന് എന്താ ഇത്ര അഹങ്കാരം? ലാസാലെറ്റ് മാതാവ്. ആഹാ, ഈ മാതാവ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ലൈറ്റിന്റെ വേദയാണെന്ന് തോന്നുന്നു ഈ മാതാവിന്. ഇത്രയും വലിയൊരു ഭൂഗോളത്തില് ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് ഇതൊക്കെ. എന്തെല്ലാം മാതാവല്ലേ ഉള്ളത്. പക്ഷെ ഒരാവശ്യത്തിന് ഈ മാതാവിനെ വിളിച്ചാൽ കിട്ടത്തില്ല. ചിലയിടത്ത് മാത്രമേ ഈ മാതാവ് പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അവിടെ മാത്രമേ അനുഗ്രഹം കൊടുക്കുള്ളൂ. അവിടെ ഉള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല. വീട്ടിലൊരു രൂപം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മാതാവിന് പവർ കുറവാണ്. സ്ഥിരമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അവിടെയുള്ള മാതാവിനെ കാണാണ്ട് നിങ്ങൾ ഇതുപോലത്തെ സ്ഥലത്തുള്ള മാതാവിനെ പോയി കാണുമ്പോൾ നിങ്ങളെ പള്ളിയിലുള്ള മാതാവിനെ നിങ്ങൾ കളിയാക്കുകയും കൊച്ചാക്കി കാണുകയാണ് ചെയ്യുന്നത്. മാതാവ്, ഇതാണ് എനിക്ക് വേണ്ടത്. നല്ല സഹായത്തിന്റെ എമ്മ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിൽ അച്ഛനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പിന്നെ കാലത്തിന്റെ ഓരോരോ മാറ്റങ്ങളിലൂടെ തിരിച്ചറിവിലൂടെ എനിക്ക് മനസ്സിലായി
ഇതൊന്നൊരു കാര്യമില്ല. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. വേളാങ്കണ്ണി മാതാവ് ഓക്കെ, സ്വർണം പൂശി ഇറങ്ങിയിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിനെ കാണിച്ചപ്പോഴാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. വേളാങ്കണ്ണിയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ ചെയ്യരുതെന്ന് വീണ്ടും പള്ളി അധികൃതരുടെ മുന്നറിയിപ്പ്. എങ്ങനെ ഇരിക്കണം ഇവിടുത്തെ അവസ്ഥയെ? എന്ത് ചെയ്യാൻ? അവിടെ വരുന്ന ആൾക്കാർ ഇമാതിരി മണ്ടത്തരമൊക്കെ കാണിക്കുന്ന കാരണം ഗതികേട് കൊണ്ട് അവിടുത്തെ അച്ഛന്മാർക്ക് ഇതുവരെ വിളിച്ചു പറയേണ്ട അവസ്ഥയായി. തൂവാലേക്ക് ഇങ്ങനെ ചരട് കെട്ടിയിട്ട് അത് തൊട്ടിലെന്ന് പറയുക, എന്നിട്ട് താഴും താക്കോലും പൂട്ടുക, ഇതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ആലോചിക്കും, ഈ മാതാവിന് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എന്തുവാണ്? നിങ്ങൾ വിശുദ്ധ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായും പള്ളി സ്റ്റോളുകൾ പ്രയോജനപ്പെടുത്തുക. ഈ വേളാങ്കണ്ണിലുള്ള ഈ മാതാവ് എന്താ ഇത് കറക്റ്റായിട്ട്? ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുമായി യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രമാണ ലംഘനം, കെണിയിൽപ്പെടാതെ സൂക്ഷിക്കും. കുരുക്കഴിക്കുന്ന മാതാവോ? അത് ഏത് മാതാവടാ? കുരുക്കഴിക്കുന്ന മാതാവാ? എത്രയോ ആളുകൾ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. ആ കുരുക്കൊന്നും ഒഴിക്കത്തില്ല. അങ്ങ് സ്കോട്ട്ലാൻഡിലാണോടെ യുവേ? മുംബൈയിൽ നിന്ന് കുറെ എണ്ണം കയറി പോയിട്ടുണ്ട്. ഇവിടെ മുടിപ്പിച്ച പോലെ അവിടെ മുടിപ്പിക്കുമാര്. നമ്മൾ വിചാരിക്കും ഈ നോർത്ത് ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ കാട്ടങ്ങൾ കാണിക്കുന്നതെന്ന്. മലയാളികൾ ഭയങ്കര മാന്യന്മാരാണെന്നാണ് പൊതുവെ എല്ലാവരും വിചാരം. അല്ല, അതാണ്ട് എന്താ എങ്ങനെ ഇരിക്കുന്നു? എല്ലാ സംസ്ഥാനത്തും ഉണ്ട് ഇങ്ങനത്തെ കുറെ കവട്ടവാണങ്ങൾ. സംഭവം ശരിയാണ്. ഇതുപോലത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ, അത് കണ്ടിരിക്കാനൊക്കെ ഭയങ്കര രസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ കേരളത്തിലും ഇന്ത്യയിലും കാണിച്ചു കൊടുക്കുന്ന ഇതേ പോക്കൃത്തരം പോയി അവിടെയും കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? പഠിച്ചോനെ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവമല്ല, പഠിച്ചോനില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൈനിപ്പ് കാണിച്ചു തരും പഠിച്ചോന്. മഴയത്ത് പോയി തന്നെ നിൽക്കുന്നേ, ഇടിയും വെട്ടുന്ന സമയത്ത് ഫോണും പിടിച്ചോണ്ട് നിൽക്കാൻ. എന്തെങ്കിലും ചെറുത് എന്റെ പൊന്നു മോനെ, എടാ അതിനേക്കാളും രസമുള്ള ഒരു മ്യൂസിക്. കുറച്ച് നല്ലവരായ വിശ്വാസികളുണ്ട്, ഇനി അവരെ കൂടി ഇങ്ങനെ അപമാനിക്കരുത് ഇതുപോലത്തെ വീഡിയോസ് ചെയ്ത്. സത്യം പറയാല്ല, അല്ല വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കാനേ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ അതിര് കടക്കരുത് ഇതുപോലെ കോമാളിയായിട്ട്. നിന്നെ പോലുള്ള കുറെ എണ്ണങ്ങളാണ് മറ്റേ ആദ്യം കാണിച്ചവൻ. ഇതുപോലുള്ള എക്സ്ട്രീം ടീംസ് കാരണമാണ് ഈ ഒരു സമുദായത്തിന് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചേർന്ന് വീണ്ടും അതിനൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കരുത് പ്ലീസ്. ഞാൻ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ആണ് എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴോ ഖുറാൻ വായിക്കുമ്പോഴോ നിസ്കരിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യമല്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്തത്തോളം കാലം അത് ആർക്കും ഒരു ഉപദ്രവമല്ല. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരാൾക്ക് ചായ കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാണ്ട് വരുന്നത്. നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് ഞാൻ ഒരിക്കലും നോ പറയത്തില്ല. ആരുടെ വിശ്വാസങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷെ വിശ്വാസത്തിന് പേരിൽ ആളുകൾ കാണിച്ചു കൊടുക്കുന്ന ഇതുപോലത്തെ കോമാളിത്തരങ്ങൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? മഴയത്ത് പോയി നിന്ന് ഇമാതിരി കോമാളത്തിനും കാണിക്കുക, ഇതേ സാധനം വെയിലത്ത് പോയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. ഈ പാലസ്തീനിലൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ പടച്ചവനെ തന്നെയാണ് അവരും വിളിക്കുന്നതെന്ന് ഓർക്കുക ആദ്യം. എന്തെങ്കിലും ചെറുത് ഒരു മുസ്ലിം അല്ലടാ, നിങ്ങൾ എന്നെ കുറിച്ചാ പറയുന്നത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഫലസ്തീന് വേണ്ടി കുറെ ആൾക്കാർ വാദിക്കുന്നുണ്ട്. ഇത് മതസ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, മനുഷ്യസ്നേഹം കൊണ്ടാണ്. എന്തുകൊണ്ട്? മനുഷ്യസ്നേഹം കൊണ്ട്. കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവിനകത്ത് തൊപ്പിയോട് ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തൊപ്പി പറഞ്ഞു, എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ ഫലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തൊപ്പിക്കെതിരെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് രംഗത്ത്. ഈ വ്യക്തി പറയുന്ന കാര്യത്തിൽ നിങ്ങൾ നോക്കണം, ഈ പഹൽഗാം അറ്റാക്കിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. പഹൽഗാമിൽ ഈ അറ്റാക്ക് നടന്ന സമയത്ത് അവിടെ രക്ഷിക്കാൻ ചെല്ലുന്നത് മുസ്ലിംസ് തന്നെ, അതുപോലെ തന്നെ ഇവരെ വെടിച്ചു കൊല്ലാൻ ചെല്ലുന്നത് ഈ ഖുറാൻ വായിക്കുന്നവന്മാർ തന്നെ. ഇപ്പോൾ ഖുറാൻ ഇത്രയും പവർഫുൾ ആയിട്ടൊരു സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കുന്നവന്മാർക്ക് ആ ഒരു ബോധം വരണം.
പക്ഷെ ഇത് വായിച്ചിട്ടും യുവമാരെ വെടിവെച്ച് കൊല്ലാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാന്ന് മനസ്സിലായില്ലേ. അതാണ് അൾട്ടിമേറ്റ്, അതാണ്. എൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല ചിന്തിക്കാൻ. അത് അത്രയും പവർഫുൾ ഉള്ള സാധനമാണെങ്കിൽ, അത്ര നല്ലൊരു സാധനമാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നല്ലത് തോന്നുമെങ്കിൽ തീവ്രവാദികൾ ഇതൊരിക്കലും വായിച്ചിട്ട് ഇമാറ്റി കാട്ടാണ്ട് കാണിച്ചു കൂട്ടത്തില്ല. കൃപാസനം ലോക്കറ്റ് തരാം, കൊന്ത തരാം, ഉപ്പ് തരാം, എണ്ണ തരാം എന്നെല്ലാം പറഞ്ഞ് കൊച്ചു കമോൺ എല്ലാവരും പൈസ വാങ്ങിക്കുകയാണ്. തെളിവുകൾ അതുപോലെ തന്നെ എല്ലാവരും സൂക്ഷിക്കുക. ആരും അബദ്ധം കാണിക്കരുത്. ഉപ്പും കൊന്തയൊക്കെ പള്ളിയിൽ തന്നെ കിട്ടുന്നതാണ്. മദീന ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയാണ് സാക്ഷാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല. നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നാരികൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ നല്ല കുറെ ഇൻഫ്ലുവൻസർമാരെ വീഡിയോസ് കണ്ടു, പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഓരോ കമന്റ് ബോക്സിൽ കുറെ നാരികൾ നീ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഈ പലസ്തീനും ഇസ്രായേലും ഇല്ല പ്രശ്നം എന്താണെന്ന് പോലും അറിയില്ല. എന്തോന്നടാ ഇത്, നിനക്ക് ഒരു മുഴുവൻ സംഭവം അറിയാൻ പാടില്ലേ? ഇടയിൽ കൂടി ആരൊക്കെ ഹമാസ് അതൊന്നും അവന് പോലും അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് കടന്ന് കയ്യട്ടി വന്ന നാരികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയിക്കോളി. ഇങ്ങനെ പറയാൻ നിങ്ങള് മനസ്സ് മരവിച്ച ഇവിടെ പലസ്തീന നല്ല ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാരാണെങ്കിലും അത് പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാണ്ട് പലസ്തീൻ മാത്രം നീ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറയാതെ. ഇവിടെ ഒരു 6-7 മാസം മുമ്പ് ഒരു സംഭവം നടന്നായിരുന്നു, അറിയത്തില്ലല്ലേ പറയാം എന്താന്ന് പോലും എനിക്കറിയൂല. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് പറയണെന്ന് അറിയോ, മനുഷ്യത്വം എന്നുള്ളൊരു ഇതിന്റെ പേരിൽ ഹമാസോ ഹുമാസോ എന്തായിട്ട് ചെയ്തിട്ട് പലസ്തീന നല്ല ഏത് രാജ്യത്തുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അതെല്ലാം മനുഷ്യ ജീവൻ തന്നെയാണ്. ഈ ഫലസ്തീന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കണം, ഒക്ടോബർ 7-ാം തീയതി ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ സൈന്യത്തോടല്ല അവിടെ സാധാരണക്കാർക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുന്നു. ഹമാസാണ് നടത്തിയത്. ഹമാസോ ഹുമാസോ എന്തായിട്ട് ചെയ്തിട്ട് പാവം കുറെ മനുഷ്യര് അവിടെ മരണപ്പെട്ടു പോകുന്നു, സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. അത് ലൈവ് നമ്മൾ കണ്ടാണ്. പഴയ റേഡിയോ യുഗമൊന്നും അല്ല, ഇന്റർനെറ്റ് യുഗമാണ്. ഇപ്പോഴും കുറെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഒരു പർട്ടിക്കുലർ മതത്തെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് മോശമല്ലേ മോനെ? പഹൽഗാമിലുണ്ടായ അറ്റാക്കിൽ പോലും ആ സമയത്തും അവർ വിളിക്കുന്നത് ഇതേ ദൈവത്തെ തന്നെയാണ്. അപ്പൊ അവിടെയൊന്നും കാണിക്കാത്ത സൈനൊക്കെ ഈ മിന്നലും വന്ന സമയത്ത് നീ ഫോണും പിടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാല് കൊച്ചു പയ്യനാണ് ഞാൻ കൂടുതലൊന്നും പറയാനുള്ളൂ. ചെല്ല്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലിട്ട വീഡിയോയ്ക്ക് വന്നൊരു കമന്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, അത് ചോദ്യം ചെയ്തിരുന്നു. അത് ഏത് വീഡിയോക്കാന്ന് കൂടി നിങ്ങളൊന്ന് നോക്കണം. അത് ഏതാണ് ഹിന്ദുക്കൾക്ക് രൂപ ഇനി നമുക്ക് മുസ്ലിംസിന് കൂടി രൂപ കൊടുക്കാം ഈ വീഡിയോയ്ക്ക്. ഇതൊക്കെയാണ് ഇവന്മാര് വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ആ നിലവാരം ഒന്ന് ആലോചിച്ച് പുലിയല്ല സിംഹം വന്നിറങ്ങിയിട്ട് ആകെ പ്രയാസമായ സമയത്ത് എല്ലാവരും ബേജാറില്ല, സിംഹല്ല ഇറങ്ങിക്കണത്. ഇന്നിപ്പോ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നുമില്ല. മമ്പുറത്തെ തങ്ങളിപ്പാപ്പ അങ്ങോട്ട് വന്നിട്ട് ഈ സിംഹത്തിനോട് പറയണ് കേറടാ കൂട്ടി കഴിവേറി അവന്റെ ലുട്ടാപ്പിക്കതയായിട്ട് ഇറങ്ങിയേക്ക് കൂട്ടിലേക്ക് കയറാൻ സിംഹത്തിനോട് ആരാണ് ഇവനൊക്കെ മൈക്ക് മേടിച്ചു കൊടുത്തത്? മമ്പുറം തങ്ങളുപ്പാപ്പ വളരെ ശക്തമായി ചൂടായി സംസാരിച്ചു. കുപ്പിക്കടിക്കും ഞാൻ നിന്നെ കേട്ടാ. ഈ സിംഹം പൂച്ചക്കുട്ടിയെ പോലെ മമ്പുറത്തോരെ കാലിന്റെ ചുവട്ടിൽ വന്നിരുന്ന എന്നിട്ട് കൂട്ടിൽ കയറിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോ വാട്സാപ്പിൽ ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കളിക്കുടുക്ക ഞാൻ പണ്ട് വായിക്കുമായിരുന്നു, പിന്നെ ബാലരമേ. ഇപ്പൊ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു നോക്കാം. കൊള്ളാലോ പരിപാടി. അല്ലാഹു ഇതൊരു സ്വാധീനത്തായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. 20 വർഷം 20 years എടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ. ഐ ക്വിറ്റ് മേക്കപ്പ്. ആരുടെയും നിർബന്ധത്തിലോ വിമർശനം കാരണമോ എടുത്ത തീരുമാനമേ അല്ല. ഇതിന്റെ ബാക്കിയായിരിക്കും നിങ്ങൾ കാണാനായിരിക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ കൂടെ തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. Your family killed by Muslims. My wife killed by Hindus. And Allah brought us together. The people who killed your wife and the people who killed my family are the same. God didn't divide us. Man did. Something bad is about to happen to me.
I don't know what, but I feel it coming.